ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 76-ാമത്തെ ദശകം നോക്കാം. ഉദ്ധവദൂത്യം. ഒന്നാമത്തെ ശ്ലോകം. ഗത്വാ സാന്ദീപനിമത ചതുഷ്ഷഷ്ടിമാത്രൈരഹോഭിः സർവജ്ഞസ്ത്വം സഹ മുസലിന സർവവിദ്യാഗൃഹീത്വാ പുത്രം നഷ്ടം യമനിലയനാദാഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരമഗാ നാദയൻ പാഞ്ചജന്യം. പദം മുറിച്ച് പറയാം. ഗത്വാ സാന്ദീപനിം അഥ ചതുഷ്ഷഷ്ടിമാത്രൈഃ അഹോഭിः ചതുഷ്ഷഷ്ടിമാത്രൈരഹോഭിः സർവജ്ഞഃ ത്വം സർവജ്ഞസ്ത്വം സഹ മുസലിന സർവവിദ്യ ഗൃഹീത്വാ പുത്രം നഷ്ടം യമനിലയനാദാഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരമഗാഹ നാദയൻ പാഞ്ചജന്യം. അഥ സർവജ്ഞഃ ത്വം അനന്തരം സർവജ്ഞനായ അവിടുന്ന് മുസലിന സഹ ബലരാമനോട് കൂടിയിട്ട് സാന്ദീപനിം ഗത്വ സാന്ദീപനിയിൽ പോയിട്ട് എന്ന് പറയുമ്പോൾ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് സന്ദീപനി മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് ചതുഷ്ഷഷ്ടി മാത്രൈ അഹോഭിഹി കേവലം 64 ദിവസം കൊണ്ട് സർവവിദ്യാ ഗൃഹീത്വ എല്ലാ വിദ്യകളും പഠിച്ചിട്ട് നഷ്ടം യമനിലയനാത് നഷ്ടം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട മരിച്ചുപോയ പുത്രനെ മരിച്ചുപോയ യമനിലയനാത് യമഗൃഹത്തിൽ നിന്ന് ആഹൃതം കൊണ്ടുവന്ന പുത്രനെ. അപ്പോൾ യമനിലയത്തിൽ നിന്ന് മരിച്ച പുത്രനെ നഷ്ടപ്പെട്ടു പോയ പുത്രനെ കൊണ്ടുവന്നിട്ട് ദക്ഷിണാർത്ഥം ഗുരുദക്ഷിണയായിട്ട് തസ്മൈ ദത്വ അദ്ദേഹത്തിന് സാന്ദീപനിക്ക് കൊടുത്തിട്ട് പാഞ്ചജന്യം നാജയൻ പാഞ്ചജന്യം എന്ന ശംഖ് ഊതിക്കൊണ്ട് നിജപുരം അഗാഹ സ്വന്തം നഗരത്തിലേക്ക് മധുരാപുരിയിലേക്ക് മടങ്ങി വന്നു. അഥ എന്ന് പറയുമ്പോൾ അതിനുശേഷം ഭക്തോത്തമനായ ഉദ്ധവനെ സുഹൃത്തായി കിട്ടിയതിൽ സന്തോഷിച്ച് രാജധാനിയിൽ സുഖമായിട്ട് അങ്ങനെ കഴിയുന്ന കാലത്ത് സർവജ്ഞനായ ഭഗവാൻ ബലരാമനോട് കൂടിയിട്ട് സാന്ദീപനി മഹർഷിയുടെ അടുത്ത് നിന്ന് വെറും 64 ദിവസം കൊണ്ട് എല്ലാ വിദ്യകളും പഠിച്ചിട്ട് ഗുരുവിന് ദക്ഷിണയായിട്ട് നഷ്ടം പുത്രം യമനിലയനാത് ആഹൃതം നേരത്തെ നഷ്ടപ്പെട്ട പുത്രനെ യമപുരിയിൽ നിന്ന് കൊണ്ടുവന്ന് എന്ന് പറയുമ്പോൾ സാന്ദീപനി മഹർഷിയുടെ പുത്രൻ ഒരിക്കൽ പ്രഭാസത്തിലെ കുളിക്കുമ്പോൾ സമുദ്രത്തിൽ മുങ്ങി. പിന്നീട് കുട്ടിയെ കാണാതായി. അപ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് മഹർഷി ഗുരുദക്ഷിണയായിട്ട് നഷ്ടപ്പെട്ട മകനെ തിരിച്ച് കൊടുക്കണമെന്ന് ആവശ്യപ്പെടാണ്. അതനുസരിച്ച് കൃഷ്ണൻ പ്രഭാസത്തിലെത്തി. അങ്ങനെ സമുദ്രത്തിൻ്റെ ദേവത പറഞ്ഞു ശംഖരൂപിയായ ശംഖാസുരൻ കുട്ടിയെ വിഴുങ്ങിയതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെ കൃഷ്ണൻ ശംഖാസുരനെ പിടിച്ച് വധിച്ചതിന് ശേഷം പാഞ്ചജന്യം എന്ന ആ ശംഖ് കിട്ടിയതല്ലാതെ ആ കുട്ടിയെ കിട്ടിയില്ല എന്നാണ്. അപ്പം അങ്ങനെ കൃഷ്ണൻ യമപുരിയിലെത്തി യമനോട് ഗുരുപുത്രനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ യമൻ ഭക്തിയോട് കൂടിയിട്ട് കുട്ടിയെ ഭഗവാന് സമർപ്പിച്ചു. ആ ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഭഗവാൻ ഗുരുവിനെ ദക്ഷിണയായിട്ട് സമർപ്പിച്ചു. പിന്നീട് പാഞ്ചജന്യം നാജയൻ നിജപുരം അഗാഹ പാഞ്ചജന്യം എന്ന ശംഖ് ഊതിക്കൊണ്ട് സ്വന്തം നഗരത്തിലേക്ക് മടങ്ങിയെത്തി. ഇനി രണ്ടാമത്തെ ശ്ലോകം. സ്മൃത്വാ പശുപസുദൃശ പ്രേമഭാരപ്രണുന്ന കാരുണ്യേന ത്വമഭിവിവശ പ്രാഹിണോരുദ്ധവം തം കിഞ്ചാമുഷ്മേ പരമസുഹൃദേ ഭക്തവര്യായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനെ ദുർലഭം ദർശയിഷ്യൻ. പദമുറിച്ച് പറയാം. സ്മൃത്വാ പശുപസുദൃശഃ പ്രേമഭാരപ്രണുന്നാഃ കാരുണ്യേന ത്വമഭി വിവശഃ പ്രാഹിണോഃ ഉദ്ധവം തം കിഞ്ചാമുഷ്മേ പരമസുഹൃദേ
ഭക്തവര്യായ താസാം ഭക്തി ഉദ്രേകം സകലഭുവനെ ദുർലഭം ദർശയിഷ്യൻ. ത്വം അവിടുന്ന് പ്രേമഭാരപ്രണുന്നാഹ പ്രേമ ആധിക്യം കൊണ്ട് വിവശകളായ പശുപസൂദൃശ ഗോപസുന്ദരിമാരെ സ്മൃത്വ വീണ്ടും വീണ്ടും ഓർത്തിട്ട് കാരുണ്യേന വിവശഃ അഭി കാരുണ്യം കൊണ്ട് പരവശനായി തീർന്നതുകൊണ്ടും അതുപോലെ കിഞ്ച പരമസുഹൃദേ കിഞ്ച എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല പരമസുഹൃത്തും അതുപോലെ ഭക്തവര്യായ ഭക്തോത്തമനുമായ അമുഷ്മൈ എന്ന് പറയുമ്പോൾ ഉദ്ധവന് സകലഭുവനെ ദുർലഭം സകല ഭുവനത്തിലും ലോകത്തിൽ എവിടെയും ദുർലഭമായ കാണാൻ കഴിയാത്ത താസാം ആ ഗോപികമാരുടെ ഭക്തി ഉദ്രേകം ആ ഭക്തിയുടെ ആധിക്യത്തെ ദർശയിഷ്യൻ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തം ഉദ്ധവം പ്രാഹിണോഹോ ആ ഉദ്ധവനെ അമ്പാടിയിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഈ ശ്ലോകത്തിൽ കൃഷ്ണൻ ഉദ്ധവരെ ഗോപികമാരുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. ഗുരുവായൂരപ്പ അവിടെ നിന്ന് മെൽപ്പത്തൂർ പറയുകയാണ്, ഗുരുവായൂരപ്പ അവിടെ നിന്ന് പിന്നീട് പ്രേമ ആധിക്യം കൊണ്ട് വിവശകളായ ആ ഗോപസുന്ദരിമാരെ ഓർത്ത് അങ്ങനെ വിവശനായിട്ടും അതുപോലെ തന്നെ വളരെ അടുത്ത ചങ്ങാതിയും ഭക്തോത്തമനുമായ ഉദ്ധവന് ഗോപികമാരുടെ ഭക്തി എന്ന് പറയുമ്പോൾ ഗോപികമാരുടെ ഭക്തി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭക്തി ലോകത്തിലെ മറ്റെവിടെയും കാണാൻ സാധിക്കാത്തതാണ്. അപ്പോൾ ആ ഗോപികമാരുടെ അധികരിച്ച ആ ഭക്തി ഉദ്ധവർക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഉദ്ധവരെ ഭഗവാൻ ഗോപികമാരുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. ഇനി മൂന്നാമത്തെ ശ്ലോകം. ത്വന്മാഹാത്മ്യ പ്രതിമപിശുനം ഗോകുലം പ്രാപ്യ സായം ത്വദ്വാർത്താഭിർബഹുസരമയാമാസ നന്ദം യശോദാം പ്രാതർദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാ പങ്കജാക്ഷ്യ ശ്രുത്വാ പ്രാപ്തം ഭവതനുചരം त्यक्तकार्या സമീയുഃ. പദമുറിച്ച് പറയാം. ത്വന്മാഹാത്മ്യ പ്രതിമ പിശുനം ഗോകുലം പ്രാപ്യ സായം ത്വദ്വാർത്താഭിർബഹു സ രമയാമാസ നന്ദം യശോദാം പ്രാതർദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാഃ പങ്കജാക്ഷ്യഃ ശ്രുത്വാ പ്രാപ്തം ഭവദനുചരം त्यक्तकार्याः സമീയുഃ. സഹ അദ്ദേഹം ഉദ്ധവര് സായം സന്ധ്യയ്ക്ക് ത്വന്മാഹാത്മ്യ പ്രതിമ പിശുനം അങ്ങയുടെ മാഹാത്മ്യ അതിശയത്തെ സൂചിപ്പിക്കുന്ന ഗോകുലം പ്രാപ്യ അമ്പാടിയിൽ എത്തിയിട്ട് ത്വത് വാർത്താഭിഹി അങ്ങയുടെ വിശേഷങ്ങൾ വൃത്താന്തങ്ങളെ കൊണ്ട് നന്ദം യശോദാം നന്ദഗോപരെയും യശോദയെയും ബഹുരമയാമാസ വളരെയധികം സന്തോഷിപ്പിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ പങ്കജാക്ഷ്യ ഗോപസുന്ദരിമാര് മണിമയരഥം ദൃഷ്ട്വാ ശങ്കിതാഹ രത്നനിർമ്മിതമായ തേര് കണ്ടിട്ട് ശങ്കിച്ചു എന്ന് പറയുമ്പോൾ കൃഷ്ണൻ വന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചു. ഭവത് അനുചരം പ്രാപ്തം ശ്രുത്വാം അങ്ങയുടെ അനുചരനാണ് അങ്ങയുടെ ഭൃത്യനാണ് വന്നിട്ടുള്ളത് എന്ന് ശ്രുത്വ കേട്ടിട്ട് त्यक्तकार्याः സമീയുഃ അവരുടെ ആ കാര്യങ്ങളൊക്കെ അവിടെ ഗൃഹജോലികളൊക്കെ അവിടെ നിർത്തിവെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ രഥം നിർത്തിയിടത്തേക്ക് അവർ എത്തിച്ചേരുകയാണ്. ഉദ്ധവര് അവിടെ നിന്ന് പുറപ്പെട്ട് അങ്ങനെ സന്ധ്യയായപ്പോൾ അമ്പാടിയിലെത്തി കൃഷ്ണൻ്റെ വിശേഷങ്ങളൊക്കെ അറിയിച്ചു. നന്ദഗോപർക്കും യശോദയ്ക്കും വലിയ സന്തോഷമായി. പിറ്റേ ദിവസം കാലത്താണ് ഗോപികമാർ ഈ രഥം കാണുന്നത്. രഥം കണ്ടപ്പോൾ കൃഷ്ണനാണ് വന്നിരിക്കുന്നത് എന്ന് അവർ സംശയിച്ചു. പിന്നീട് മനസ്സിലായി കൃഷ്ണനല്ല ഉദ്ധവരാണ്. അപ്പം അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തുകയാണ്. ഇനി നാലാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ ചൈനം ത്വദുപമലസദ്വേഷഭൂഷാഭിരാമം സ്മൃത്വാ തവ വിലസിതാന്യുച്ചഗൈസ്താനി താനി രുദ്ധാലാഭാ കഥമപി പുനർഗദ്ഗതാം വാചമൂജു
സൗജന്യാദീൻ നിജപരഭിതാമപ്യലം വിസ്മരന്ത്യ. പദം മുറിച്ച് പറയാം. ദൃഷ്ട്വാച്ച ഏനം ചൈനം ത്വത് ഉപമ ലസത് വേഷഭൂഷ അഭിരാമം. ത്വതുപമലസദ്വേഷഭൂഷാഭിരാമം സ്മൃത്വാ തവ വിലസിതാനി ഉച്ചകൈഃ താനി വിലസിതാന്യുച്ചകൈസ്താനി താനി രുദ്ധാലാപാഃ കഥമപി പുനഃ ഗദ്ഗദാം വാചം ഊജുഃ സൗജന്യാദീൻ നിജപരഭിതാം അഭി അലം നിജപരഭിതാമപ്യലം വിസ്മരന്ത്യഃ. ത്വത് ഉപമ ലസദ്വേഷ ഭൂഷാഭിരാമം. ത്വത് ഉപമ എന്ന് പറയുമ്പോൾ അങ്ങയോട് ഉപമിക്കാവുന്ന മനോഹരമായ ലസത് മനോഹരമായ വേഷഭൂഷ അഭിരാമം വേഷവും അലങ്കാരങ്ങളുമൊക്കെ അണിഞ്ഞ ഏനം ദൃഷ്ട ബുദ്ധവരെ കണ്ടിട്ട് തവ താനി വിലസിതാനി അങ്ങയുടെ അതത് വിലാസങ്ങളെ എന്ന് പറയുമ്പോൾ അങ്ങയുടെ ലീലാവിലാസങ്ങളെ ഒക്കെ തന്നെ ഉച്ചകൈഹി സ്മൃത്വ വളരെയധികം സ്മരിച്ചിട്ട് സ്മൃത്വ അങ്ങനെ സ്മരിച്ച് ഓർത്ത് രുദ്ധാലാപാഹ ഒന്നും സംസാരിക്കാൻ ശക്തിയില്ലാത്തവരായി തീർന്നു. പുനഃ പിന്നീട് സൗജന്യ ആദീൻ സുജനത വിനയം എന്നീ മുതലായവയോടും അതുപോലെ നിജപരഭിതാം അഭി താൻ അന്യൻ എന്ന ഭേദത്തെയും അലം വിസ്മരന്ത്യഃ തീരെ മറന്നുകൊണ്ട് കഥമപി പണിപ്പെട്ട് എങ്ങനെയൊക്കെയോ ഗദ്ഗദാം വാചം ഊജുഹു തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. ത്വത് ഉപമ ലസത് വേഷഭൂഷ അഭിരാമം. ആ ഗോപികമാര് നന്ദഗോപരുടെ ഗൃഹത്തിന് മുൻപിൽ രത്നനിർമ്മിതമായ രഥം കണ്ടിട്ട് കൃഷ്ണൻ വന്നതാണെന്ന് വിചാരിച്ച് ഓടിയെത്തിയപ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടേതുപോലെയുള്ള ആ വേഷവും അലങ്കാരങ്ങളും ഒക്കെ ധരിച്ചു നിൽക്കുന്ന ഉദ്ധവരെ കണ്ടിട്ട് അതേ രൂപസാദൃശ്യത്തോടു കൂടിയ അങ്ങയെ ഓർമ്മ വന്നിട്ട് അങ്ങയുടെ രൂപം മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു കണ്ടിട്ട് ഒന്നും സംസാരിക്കാൻ ശക്തിയില്ലാത്തവരായി. പിന്നീട് സൗജന്യ ആദി നിജപരഭിതാം അഭി സാമാന്യം ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരാൾക്ക് സാമാന്യമായിട്ട് ഉണ്ടാകേണ്ട സജ്ജനഭാവം അതുപോലെ വിനയം അതുപോലെ ഇത് മറ്റൊരാളാണ് എന്ന ഭാവം ഇതൊക്കെ തീരെ മറന്നുകൊണ്ട് വളരെ പണിപ്പെട്ട് തൊണ്ട ഇടറിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇനി 5ാമത്തെ ശ്ലോകം. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹാ ഹരേ നാഥപായാഃ ആശ്ലേഷാണാമൃതവത്ഭുഷോ ഹന്ത തേ ചുംബനാനാമുന്മാദാനാം കുഹകവചസാം വിസ്മരേത് കാന്തകാവാ. പദമുറിച്ച് പറയാം. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതഃ നിർദ്ദയേന ക്വ അസൗ കാന്തഃ നഗരസുദൃശാം ഹാ ഹരേ നാഥ പായാഃ ആശ്ലേഷാണാം അമൃതവപുഷോ ഹന്ത തേ ചുംബനാനാം ഉന്മാദാനാം കുഹകവചസാം വിസ്മരേത് കാന്തകാവ. ശ്രീമൻ അല്ലയോ ശ്രീമൻ ത്വം നിർദ്ദയേന പിതൃജനകൃതേ പ്രേഷിതഃ കിം അങ്ങ് ആ നിർദ്ദയനാൽ എന്ന് പറയുമ്പോൾ കൃഷ്ണനാൽ പിതൃജനകൃതേ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേഷിതഃ കിം പറഞ്ഞയക്കപ്പെട്ടതാണോ? അപ്പം അങ്ങയെ കൃഷ്ണൻ അച്ഛനെയും അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണോ? ഉദ്ധവരോട് ചോദിക്കണതാണ്. നഗരസുദൃശാം കാന്ത നഗരസുന്ദരിമാർക്ക് കാന്തനായി തീർന്ന അസൗ ക്വ ഇദ്ദേഹം എവിടെയാണ്? ഹാ ഹരേ നാഥ പായ ഹരേ പ്രാണനാഥ രക്ഷിക്കണേ. കാന്ത ശ്യാമസുന്ദര
അമൃതവപുഷഃ തേ, അമൃതമൂർത്തിയായ അങ്ങയുടെ ആശ്ലേഷാണാം ചുംബനാനാം, ആലിംഗനങ്ങളെയും ചുംബനങ്ങളെയും അതുപോലെ തന്നെ ഉന്മാദാനാം കുഹകവചസാം, ഉന്മാദാനാം പ്രേമോന്മാദ വിലാസങ്ങളെയും കുഹകവചസാം കപടവചനങ്ങളെയും ഹന്ത അയ്യയ്യോ കാവ വിസ്മരേത്, ഏതൊരുവൾ മറക്കും, ആർക്കാണ് മറക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഭഗവാനോട് തോന്നിയ പ്രണയാധിക്യം കൊണ്ട് ഉദ്ധവരെ കണ്ടപ്പോൾ ഗോപികമാർക്ക് പെട്ടെന്ന് കോപം വരികയാണ്. പറഞ്ഞു, എന്തിനാ വന്നത്? യാതൊരു കരുണയുമില്ലാത്ത യാതൊരു കരുണയുമില്ലാതെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ കൃഷ്ണൻ അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു വിട്ടതാണോ? ഞങ്ങളുടെയൊക്കെ കാന്തനായി ഭവിച്ച ഇദ്ദേഹം എവിടെയാണ്? ആദ്യം ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അവർക്ക് ആ കൃഷ്ണൻ്റെ അത്ഭുത ലീലകളെക്കുറിച്ചും പ്രഭാവത്തെക്കുറിച്ചും ഒക്കെ ഓർമ്മ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ശാന്തരായിട്ട് പറയാണ്, ഹരേ പ്രാണനാഥ ശ്യാമസുന്ദര രക്ഷിക്കണേ, അങ്ങയുടെ ആലിംഗനങ്ങളെയും ചുംബനങ്ങളെയും പ്രേമം കൊണ്ട് ഉന്മാദമായ ലീലാവിലാസങ്ങളെയും കള്ളത്തരങ്ങളെയും ഒക്കെ എങ്ങനെ മറക്കാനാണ്? ഇനി 6ാമത്തെ ശ്ലോകം. രാസക്രീഡാലുളിതലളിതം വിശ്ലധത് കേശപാശം മന്ദോദ്ഭിന്നശ്രമജലകണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ധേ സകൃതഭിസമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദന ത്വത്പ്രിയാസ്ത്വാം വിലേഭു. പദമുറിച്ച് പറയാം. രാസക്രീഡാലുളിത ലളിതം വിശ്ലധത് കേശപാശം മന്ദോദ്ഭിന്ന ശ്രമജലകണം ലോഭനീയം ത്വദംഗം കാരുണ്യ അബ്ധേ സകൃദഭി സമാലിംഗിതും ദർശയേതി പ്രേമ ഉന്മാദാത് ഭുവന മദന ത്വത്പ്രിയാസ്ത്വാം വിലേഭുഃ. രാസക്രീഡാലുളിതലളിതം, രാസക്രീഡയിലെ മർദ്ദിക്കപ്പെട്ട മനോഹരമായ വിശ്ലധത് അഴിഞ്ഞുലഞ്ഞ കേശപാശം തലമുടിയോടുകൂടിയതും മന്ദോദ്ഭിന്ന ശ്രമജലകണം ക്ഷീണം കൊണ്ട് കുറേശ്ശ വിയർപ്പ് പൊടിഞ്ഞ അതുപോലെ തന്നെ ലോഭനീയം മനോഹരമായ ആര് കണ്ടാലും കൊതിക്കുന്ന ആ രീതിയിലുള്ള അംഗം അങ്ങയുടെ ആ പൂമേനി കാരുണ്യാബ്ധേ കാരുണ്യസിന്ധോ ഒരിക്കൽ കൂടി സമാലിംഗിതും ദർശയ ഞങ്ങൾക്ക് ആലിംഗനം ചെയ്യാനായിട്ട് ദർശയ കാണിച്ചു തരണേ. എന്നിങ്ങനെ പ്രേമോന്മാദത്താൽ പ്രേമത്തിൻ്റെ ഉന്മാദം കൊണ്ട് ഭുവനമഥന ത്രൈലോക്യത്തെയും മതിപ്പിക്കുന്ന ത്വത്പ്രിയാഹ അങ്ങനെയുള്ള അങ്ങയുടെ പ്രിയതമകളായ ഗോപികൾ അവിടത്തെ പറ്റി വിലപിച്ചു. ത്വാം വിലേബുഹു, അവിടത്തെ കുറിച്ചോർത്ത് വിലപിച്ചു. അപ്പോൾ ഇവിടെ കോപമെല്ലാം മാറിയപ്പോൾ പെട്ടെന്ന് കോപം വന്നാലും അതൊക്കെ പെട്ടെന്ന് തന്നെ മാറി. അപ്പോൾ പിന്നെ സങ്കടമായി, കോപം പോയപ്പോൾ പിന്നെ സങ്കടമായി. അങ്ങനെ സങ്കടത്തോടെ ഗോപികമാരെ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. രാസക്രീഡാലുളിതലളിതം വിശ്ലധത് കേശപാശം, രാസക്രീഡയിൽ മർദ്ദിക്കപ്പെട്ട അഴിഞ്ഞുലഞ്ഞ മനോഹരമായ തലമുടിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ ക്ഷീണം കൊണ്ട് ചെറുതായിട്ട് വിയർപ്പ് പൊടിഞ്ഞിട്ടുള്ള കാണുന്നവരുടെ എല്ലാം മനം കുളിർപ്പിക്കുന്ന കൊതിയൂറുന്നതുമായ അങ്ങയുടെ ആ പൂമേനി കാരുണ്യസിന്ധുവായ അങ്ങയെ നാഥ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ആലിംഗനം ചെയ്യാൻ ആ പൂമേനി ഒന്ന് കാണിച്ചു തരുമോ? ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, ഇങ്ങനെയൊക്കെ പ്രേമം കൊണ്ടുള്ള ഉന്മാദത്താൽ 3 ലോകങ്ങളെയും മതിപ്പിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങയെക്കുറിച്ച് ഗോപികമാരെ ഇങ്ങനെ വിലപിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. ഏവം പ്രായേർവിവശവചനൈരാകുലാ ഗോപികാസ്താത് സ്വസന്ദേശൈ പ്രകൃതിമനയത് ശോധവിജ്ഞാനഗർഭൈഃ ഭൂയസ്താഭിർമുദിതമതിഭിസ്ത്വന്മയീഭിർവധൂഭിഃ തത്തദ്വാർത്താ സരസമനയത് കാനിചിദ്വാസരാണി.
പദമുറിച്ച് പറയാം. ഏവം പ്രായൈഹി വിവശവചനൈഹി ആകുല. ഏവം പ്രായേർവിവശവചനൈരാകുല ഗോപികാഃ താഃ ത്വത് സന്ദേശൈഹി. ഗോപികാസ്താ ത്വത് സന്ദേശൈഹി പ്രകൃതിം അനയത് സഹ അഥ ശോധ വിജ്ഞാനഗർഭൈഹി ഭൂയഃ താഭിഃ മുദിതമതിഭിഃ ത്വന്മയീഭിഃ വധൂഭിഃ തത്തദ്വാർത്താ സരസം അനയത് കാനിചിത് വാസരാണി. ഭൂയസ്താഭിർമുദിതമതിഭിസ്ത്വന്മയീഭിർവധൂഭിസ്തത്തദ്വാർത്താ സരസം അനയത് കാനിചിത് വാസരാണി. അഥ പിന്നീട് സഹ ഉദ്ധവരെ ഏവം പ്രായേഹി ഇങ്ങനെയൊക്കെയുള്ള വിവശവചനൈഹി വിലാപവാക്യങ്ങളെ കൊണ്ട് ആകുലാഹ ആകുലരായ അതിദുഃഖിതകളായി തീർന്ന താഹ ഗോപികാഹ ആ ഗോപികമാരെ വിജ്ഞാനഗർഭൈഹി തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന ത്വത് സന്ദേശൈഹി അങ്ങയുടെ സന്ദേശവാക്കുകളാൽ പ്രകൃതിം അനയത് അവര് സ്വസ്ഥകളായി തീർന്നു. ഭൂയഃ മുദിതമതിഭിഃ അനന്തരം ഭൂയഃ വീണ്ടും മുദിതമതിഭിഃ സന്തുഷ്ടഹൃദയകളും അതുപോലെ ത്വന്മയീഭിഃ താഭിഃ വധൂഭിഃ അങ്ങ് തന്നെ സർവവും ആയിട്ടുള്ളവരും ആയ താഭിഃ വധൂഭിഃ ആ ഗോപികാമാരോട് കൂടിയിട്ട് തത്തത് വാർത്ത സരസം കാനിചിത് വാസരാണി അനയത്. തത്തത് വാർത്ത ഓരോരോ കഥകൾ പറഞ്ഞ് സരസമായിട്ട് കാനിച്ചിത് കുറേ വാസരാണി ദിവസങ്ങൾ അനയത് അവിടെ കഴിച്ചുകൂട്ടി. ഏവം പ്രായൈഹി വിവശവചനൈഹി ആകുലാഹ താഹ ഇങ്ങനെയൊക്കെയുള്ള വിലാപവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന ആ ഗോപികമാർക്ക് ഉദ്ധവരെ ആത്മജ്ഞാനം പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള ഭഗവാന്റെ സന്ദേശവാക്കുകൾ അറിയിച്ചപ്പോൾ ഗോപികമാരുടെ സകല ദുഃഖങ്ങളും ശമിച്ചു. പിന്നീട് സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാൻ തന്നെ സർവസ്വവുമായിട്ടുള്ള ആ ഗോപികമാരോട് കൂടിയിട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാം ആ ഗോപികമാർക്കെല്ലാം ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ തന്നെ സർവസ്വവുമായിട്ടുള്ള ആ ഗോപികമാരോട് കൂടിയിട്ട് ഓരോരോ കഥകൾ അങ്ങനെ പറഞ്ഞ് രസകരമായിട്ട് ഉദ്ധവർ കുറേ ദിവസങ്ങൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടി എന്ന് പറയാണ്. ഇനി 8ാമത്തെ ശ്ലോകം. ത്വത്പ്രോദ്ഗാനേ സഹിതമനിശം സർവദോ ഗേഹകൃത്യം ത്വദ്വാർത്തൈവ പ്രസരതി മിഥസ്സൈവ ചോസ്വാബലാഭാം ചേഷ്ടാപ്രായസ്ത്വദനുകൃതയസ്ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്ര വ്യമുഹദധികം വിസ്മയാദുദ്ധവോയം. പദമുറിച്ച് പറയാം. ത്വത് പ്രോദ്ഗാനൈഹി സഹിതമനിശം സർവതഃ ഗേഹകൃത്യം ത്വദ്വാർത്തൈവ പ്രസരതി മിതഃ സൈവ ച ചോസ്വാബലാഭാഃ ചേഷ്ടാഃ പ്രായഃ ത്വത് അനുകൃതയഃ ത്വന്മയം പ്രായസ്ത്വദനുകൃതയസ്ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്ര വ്യമുഹദധികം വിസ്മയാത് ഉദ്ധവഃ അയം വിസ്മയാദുദ്ധവോയം. അനിശം എപ്പോഴും സർവതഃ എല്ലായിടത്തും ഗേഹകൃത്യം ഗൃഹജോലികൾ ത്വത്പ്രോദ്ഗാനൈഹി അങ്ങയെ സംബന്ധിച്ചുള്ള ഗാനങ്ങളോട് കൂടിയിട്ട് ഗാനൈഹി സഹിതം അവരുടെ ഗൃഹജോലികളൊക്കെ അങ്ങയെക്കുറിച്ചുള്ള ഗാനങ്ങളോട് കൂടിയതാണ് എന്ന് പറയുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് അവർ ഗൃഹജോലികളൊക്കെ ചെയ്യുന്നത്. അതുപോലെ മിതഃ ത്വത് വാർത്ത ഏവ പ്രസരതി പരസ്പരം അവർ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോൾ ത്വത് വാർത്ത ഏവ അങ്ങയെക്കുറിച്ച് തന്നെ അവർ സംസാരിക്കുന്നു. ഇനി ഉത്സാബലാഭാഃ ച സ്വപ്നത്തിൽ സംസാരിക്കുന്നതും അവർ സ്വപ്നത്തിലും ഏവ അങ്ങനെ തന്നെയാണ് അങ്ങയെക്കുറിച്ച് തന്നെയാണ് അവർ സ്വപ്നത്തിലും സംസാരിക്കുന്നത്. ഇനി ചേഷ്ടാപ്രായഃ അവരുടെ പ്രവൃത്തികൾ
ഏതാനും എന്ന് പറഞ്ഞാൽ മിക്കവാറും അവരുടെ പ്രവൃത്തികളൊക്കെ ത്വത് അനുകൃതയാഹ അങ്ങയെ അനുകരിക്കുന്ന രീതിയിലുള്ളതാണ്. ഏവം ഇപ്രകാരം തത്ര സർവം ത്വന്മയം ദൃഷ്ട അവിടെ തത്ര എന്ന് പറയുമ്പോൾ അവിടെ ഗോകുലത്തിൽ സർവം ത്വന്മയം എല്ലാം ത്വന്മയം ദൃഷ്ട എന്ന് പറയുമ്പോൾ എല്ലാം ഭഗവത്മയമാണ്. ഇവിടെ നോക്കിയാലും ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാനെ കുറിച്ചുള്ള സംസാരങ്ങൾ, അതുപോലെ ഭഗവാനെ അനുകരിച്ചു കൊണ്ടുള്ള പ്രവൃത്തികൾ, അപ്പം സർവം കൃഷ്ണമയം. അപ്പം അങ്ങനെയുള്ള അത് കണ്ടിട്ട് അയം ഉദ്ധവ ഈ ഉദ്ധവര് വിസ്മയാത് അതിഗമ്യ മുഖത്ത് ആശ്ചര്യം കൊണ്ട് വല്ലാതെ അങ്ങ് ഭ്രമിച്ചുപോയി. ഗോപികമാരുടെ ഭക്തി കണ്ട് ആശ്ചര്യപ്പെടുന്നതാണ് ഈ ശ്ലോകത്തിൽ ഉദ്ധവർ. ഏത് സമയത്തും ഏത് സ്ഥലത്തും ഭഗവാന്റെ കീർത്തനങ്ങൾ ഉറക്കെ പാടിക്കൊണ്ട് ആ ഗോപികമാർ ഗൃഹജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടുപേര് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഒക്കെ ഭഗവാനെക്കുറിച്ച് മാത്രമാണ് അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. അവർ സ്വപ്നങ്ങളിൽ പോലും സംസാരിക്കുന്നത് ഭഗവാനെക്കുറിച്ചാണ്. ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികളെ അനുകരിച്ചുകൊണ്ട് ഓരോ ജോലികളും ചെയ്തു തീർക്കുന്നു. അപ്പം അങ്ങനെ ആ അമ്പാടിയിലെ സകല ചരാചരങ്ങളിലും ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട് ഉദ്ധവർ വല്ലാതെ ഭ്രമിച്ചുപോയി എന്ന് മേൽപ്പത്തൂര് പറയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. രാധായാമേ പ്രിയതമമിതം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേവ ഇത്യാദ്യേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജനേ മാം ഇത്തം വാദൈരരമയദയം ത്വത്പ്രിയാമുത്പലാക്ഷീം. പദമറിച്ച് പറയാം. രാധായ മേ പ്രിയതമമിതം മത് പ്രിയ ഏവ മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയ മത്പ്രിയേവ ഇത്യാദി ഏവ പ്രവദതി സഖി ത്വത്പ്രിയഃ നിർജനെ മാം ഇത്തം വാദൈഹി അരമയത് അയം വാദൈരരമയദയം ത്വത് പ്രിയാം ഉത്പലാക്ഷീം ഇതം മേ രാധായാഹ പ്രിയതമം. ഇത് എൻ്റെ രാധയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മത്പ്രിയ ഏവം ബ്രവീതി. എൻ്റെ പ്രിയയും എൻ്റെ രാധയും ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. സഖ്യേ സുഹൃത്തെ, മാനിനി മത്പ്രിയ ഇവ പ്രണയകുപിതയായ ആ പ്രണയം കൊണ്ട് കോപിച്ച മത്പ്രിയ എൻ്റെ പ്രിയയെ പോലെ എൻ്റെ പ്രിയയെ പോലെ ത്വം കിം മൗനം കലയസി എന്തുകൊണ്ടാണ് താങ്കൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇത്യാദി ഏവ ഇങ്ങനെയൊക്കെ തന്നെയാണ് സഖി ത്വത്പ്രിയ അങ്ങയുടെ പ്രിയതമൻ നിൻ്റെ കൃഷ്ണൻ, ഇങ്ങനെയൊക്കെയാണ് നിൻ്റെ കൃഷ്ണൻ നിർജനെ മാം പ്രവദതി ഏകാന്തത്തിൽ എന്നോട് പ്രവദതി താല്പര്യത്തോടെ പറയാറുള്ളത്. അപ്പോൾ കൃഷ്ണൻ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എന്ന് രാധയോട് പറയാണ്. ഇവിടെ ഈ ശ്ലോകം രാധയെ സമാധാനിപ്പിക്കാനായിട്ട് ഉദ്ധവർ പറയുന്നതാണ്. വിശേഷപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ കാണുമ്പോൾ കൃഷ്ണൻ പറയും, ഇത് എൻ്റെ രാധയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ പറയും, എൻ്റെ രാധയും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളത്. ഞാൻ ഒന്നും മിണ്ടാതിരുന്നാലോ അപ്പോൾ കൃഷ്ണൻ പറയും, പ്രണയം അധികരിച്ച് ദേഷ്യപ്പെട്ട എൻ്റെ രാധ ചില സമയത്ത് ഒന്നും മിണ്ടാതിരിക്കും. അതുപോലെ താങ്കൾ എന്താണ് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാധയെ, നിൻ്റെ പ്രിയതമൻ എന്നോട് രാധയെക്കുറിച്ച് വളരെ താല്പര്യത്തോടു കൂടിയിട്ട് പറയാറുള്ളത്. ഗുരുവായൂരപ്പ ഇങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ഉദ്ധവരെ രാധയെ സന്തോഷിപ്പിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. ഏഷ്യാമിദ്രാഗനുപഗമനം കേവലം കാര്യഭാരാദ് വിശ്ലേഷേപി സ്മരണദൃഢതാ സംഭവാന്മാസ്തു ഖേദ ബ്രഹ്മാനന്ദേ മിളതി ന ചിരാസംഗമോ വാ
വിയോഗസ്തുല്യോ വഹ് സ്യാദിതി തവ ഗിര ശോകരോ നിർവ്യഥാസ്താഃ. പദമുറിച്ച് പറയാം. ഏഷ്യാമി ദ്രാഗ് അനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേ അപി സ്മരണദൃഢതാ സംഭവാത് മാ അസ്തു ഖേദഃ ബ്രഹ്മാനന്ദേ മിളതി ന ചിരാത് സംഗമോ വാ വിയോഗസ്തുല്യഃ വഹ സ്യാദിതി തവ ഗിര സഹ അകരോത് നിർവ്യഥാഃ താഃ ശോകരോ നിർവ്യഥാസ്താഃ. ദ്രാഗ് ഏഷ്യാമി താമസിയാതെ വന്നുകൊള്ളാം. അനുപഗമനം കാര്യഭാരാത് കേവലം വരാതിരിക്കുന്നത് കൃത്യബാഹുല്യം കൊണ്ട് വളരെയധികം ജോലികളുള്ളത് കൊണ്ട് മാത്രമാണ്. വിശ്ലേഷേ അഭി വിരഹത്തിലും സ്മരണദൃഢത സംഭവാത് സ്മരണത്തിന് ഉറപ്പ് സംഭവിക്കുന്നത് കൊണ്ട് വിരഹാവസ്ഥയിലും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഖേദഃ മാ അസ്തു നിങ്ങൾക്ക് ഖേദം വേണ്ട. വഹ നിങ്ങൾക്ക് ന ചിരാത് താമസിയാതെ തന്നെ ബ്രഹ്മാനന്ദേ മിളതി ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ സംഗമഃ വിയോഗഃ വാ തുല്യഃ സ്യാത് സംഗമമായാലും വിരഹമായാലും രണ്ടും തുല്യഃ സ്യാത് ഒരുപോലെ ആയിത്തീരും. ഇതി തവ ഗിര എന്നിങ്ങനെയുള്ള അങ്ങയുടെ വാക്കിനെ കേട്ടിട്ട് ആ സന്ദേശവാക്കുകൾ കേട്ടിട്ട് താഹ ആ ഗോപികമാരെ ഉദ്ധവരെ നിർവ്യഥാഹ അകരോത് ദുഃഖമില്ലാത്തവരാക്കി തീർത്തു. ഇപ്പോൾ രാധാദേവിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഉദ്ധവര് ഭഗവാന്റെ സന്ദേശം എല്ലാ ഗോപികമാരെയും അറിയിച്ച് അവരെയെല്ലാം ആശ്വസിപ്പിക്കുകയാണ്. അപ്പം അതിലെ സന്ദേശത്തിൽ ഭഗവാൻ പറയുന്നത്, ഞാൻ താമസിയാതെ അവിടെ എത്തിക്കൊള്ളാം, കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വരാതിരിക്കുന്നത്. സദാസമയവും എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് താമസിയാതെ ബ്രഹ്മാനന്ദം സിദ്ധിക്കും. അങ്ങനെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ സംഗമഃ വിയോഗഃ വാ തുല്യഃ സ്യാത് കൂടിച്ചേരുമ്പോഴും വേർപിരിയുമ്പോഴും ഒരുപോലെ ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും. എന്നിങ്ങനെയുള്ള ആ ഭഗവാന്റെ വാക്കുകളെ കേൾപ്പിച്ചിട്ട് ഉദ്ധവര് ഗോപികമാരെ ദുഃഖമില്ലാത്തവരാക്കി തീർത്തു. ഇനി 11ാമത്തെ ശ്ലോകം. ഏവം ഭക്തി സകലഭുവനെ നേക്ഷിത ന ശ്രുതാ വാ കിം ശാസ്ത്രൗഘൈ കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ പാഹി മാമയൗഘാത്. പദമുറിച്ച് പറയാം. ഏവം ഭക്തി സകലഭുവനെ നേക്ഷിത ന ശ്രുത വാ കിം ശാസ്ത്രൗഘൈ കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു ഇതി ആനന്ദ ആകുലം ഉപഗതം ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടഃ ഗുരുപുരപദേ പാഹി മാം ആമയൗഘാത്. ഏവം ഇപ്രകാരം ഭക്തി ഇപ്രകാരമുള്ള ഭക്തി സകലഭുവനെ ലോകത്ത് ന ഈക്ഷിത ന ശ്രുതാവ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. കിം ശാസ്ത്രൗഘൈഹി ഇവിടെ ശാസ്ത്ര സമൂഹങ്ങളെ കൊണ്ട് എന്ന് പറയുമ്പോൾ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം? ഇഹ തപസ കിം ഇനിയിപ്പോൾ അതുമല്ല, തപസ്സുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ ഈ ഗോപികമാരെ കാണുമ്പോൾ തോന്നുകയാണ്, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, തപസ്സു ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം? ഗോപികാഭ്യഃ നമഃ അസ്തു ഗോപികമാർക്ക് നമസ്കാരം. ഇത് ഗോകുലാത് ഉപഗതം ആനന്ദ ആകുലം തമുദ്ധവം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലാത് ഉപാഗതം അമ്പാടിയിൽ നിന്ന് മടങ്ങി അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്പാടിയിൽ നിന്ന് മടങ്ങിയെത്തിയ
ആനന്ദ ആകുലം ആനന്ദവിവശനായ തമുദ്ധവം ആ ഉദ്ധവനെ ദൃഷ്ട കണ്ടിട്ട് ഹൃഷ്ട വളരെയധികം സന്തോഷിച്ച ഗുരുപുരപദേ ഗുരുവായൂരപ്പ മാം ആമയൗഖാത് പാഹി എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. ഇപ്പം ഇവിടെ ഗോപികമാരുടെ ആ നിഷ്കളങ്ക ഭക്തി കണ്ട് അമ്പരന്ന ഉദ്ധവര് സ്വയം പറയുന്നതാണ് ഈ ശ്ലോകം. ഏവം ഭക്തി സകലഭുവനെ ന ഈക്ഷിത ന ശ്രുതാവ. ഇപ്രകാരമുള്ള ഒരു ഭക്തി ലോകത്ത് വേറെ എവിടെയും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം, തപസ്സുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ചിന്തിച്ച് ഗോപികമാരെ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് ഉദ്ധവർ അമ്പാടിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ആനന്ദപരവശനായ ഉദ്ധവരെ കണ്ടിട്ട് വളരെയധികം സന്തോഷിച്ച ഗുരുവായൂരപ്പ ഈ രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 76-ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.